അസ്സലാമലൈക്കും ഡിയർ ഫ്രണ്ട്സ്. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ ഒരു വെറൈറ്റി റെസിപ്പിയാണ്. നമ്മുടെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അതുപോലെ തന്നെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരും ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരും പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഞാനിടുന്ന വീഡിയോസ് ഉടനടി കിട്ടുന്നതിനായി സബ്സ്ക്രൈബ് ബട്ടന്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കല്ലേ. ആദ്യം തന്നെ ഇതിനായിട്ട് ഒരു ബൗളിലേക്ക് 250 ml കപ്പിന് 1 കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കാം. പാലെടുക്കുമ്പോൾ ഇളം ചൂടുള്ള പാല് വേണം എടുക്കാനായിട്ട്. പാലെടുക്കുമ്പോൾ ഒരുപാട് അങ്ങ് ചൂട് കൂടി പോകരുത്. ഇളം ചൂടുള്ള പാൽ മാത്രമേ ഇതിനായിട്ട് എടുക്കാവൂ. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ അളവില് ഈസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഇൻസ്റ്റന്റ് ഈസ്റ്റോ ഡ്രൈഡ് ഈസ്റ്റോ ഏത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഇതിലേക്ക് 4 ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പൊ എല്ലാം ഒന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ഇത് മൂടി വെച്ച് കൊടുക്കാം. ഈ ഒരു ഈസ്റ്റ് ആക്റ്റീവായി പൊങ്ങി കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് മൂടി വെച്ച് കൊടുക്കുന്നത്. ഇപ്പൊ ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ട്. ഇപ്പൊ കണ്ടില്ലേ, ഈസ്റ്റ് ഒക്കെ പൊങ്ങി ആക്റ്റീവായിട്ട് ഇത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കുക. സൺഫ്ലവർ എണ്ണയോ അല്ലെങ്കിൽ വെജിറ്റബിൾ എണ്ണയോ ഏതെങ്കിലും ഒന്ന് ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോ 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് ഫ്ലേവറിനായിട്ട് വാനില എസൻസും കൂടി ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോ ഇതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് ആണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് മധുരം ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട് 1 നുള്ള് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഉപ്പ് എടുക്കുമ്പോൾ കൂടി പോകരുത്. 1 നുള്ള് ഉപ്പ് മാത്രമേ എടുക്കാവൂ. ഇനി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പൊ അതൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു കോഴിമുട്ട പൊട്ടിച്ചെടുത്തതും കൂടി ഒഴിച്ചു കൊടുക്കാം. മുട്ട എടുക്കുമ്പോൾ റൂം ടെമ്പറേച്ചറിലുള്ള മുട്ട വേണം ഇതിനായിട്ട് എടുക്കാനായിട്ട്. ഫ്രിഡ്ജിൽ നിന്നും എടുക്കുന്ന നല്ല തണുത്ത മുട്ടയാണെന്നുണ്ടെങ്കിൽ ഇതിന്റെ തണുപ്പ് മുഴുവൻ മാറി റൂം ടെമ്പറേച്ചറിലായിട്ട് വേണം ഈ മുട്ട എടുക്കാനായിട്ട്. ഇനി നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പൊ എല്ലാം മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 250 ml കപ്പിന് 1.5 കപ്പ് മൈദ ഇട്ട് കൊടുക്കാം. മൈദ ഇട്ട് കൊടുക്കുന്ന സമയത്ത് ഒരുമിച്ച് ഇട്ട് കൊടുക്കരുത്. ആദ്യം 1 കപ്പ് മൈദ ഇട്ട് കൊടുത്ത് നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ച് കട്ടകളൊന്നും ഇല്ലാതെ ഉറപ്പുവരുത്തിയതിനു ശേഷം മാത്രമേ വീണ്ടും അടുത്ത് 1/2 കപ്പ് മാവും കൂടി ചേർത്ത് കൊടുക്കാവൂ. ഇപ്പൊ 1 കപ്പ് മാവ് നല്ലോണം മിക്സ് ചെയ്ത് കട്ടകളൊന്നുമില്ലാതെ മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വീണ്ടും ഒരു 1/2 കപ്പ് മാവും കൂടി ചേർത്ത് കൊടുക്കാം. ഇപ്പൊ 1/2 കപ്പ് മൈദയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പൊ കണ്ടില്ലേ, കട്ടകളൊന്നുമില്ലാതെ എല്ലാം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ വിസ്ക് വെച്ചോ അല്ലെങ്കിൽ സ്പൂൺ വെച്ചോ കട്ടകളൊന്നുമില്ലാതെ നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. വിസ്ക് വെച്ച് നമ്മൾ ഇത് മിക്സ് ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ കട്ടകളെല്ലാം ഉടഞ്ഞു കിട്ടും. നമ്മൾ മാവ് മിക്സ് ചെയ്തെടുക്കുന്ന സമയത്ത് ഒട്ടും തന്നെ കട്ടകൾ ഉണ്ടാവാൻ പാടില്ല. ഇപ്പൊ ഞാൻ 250 ml കപ്പിന് 1.5 കപ്പ് മൈദ കട്ടകളൊന്നുമില്ലാതെ നല്ല സ്മൂത്ത് ആയിട്ട് ഇത് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു മാവ് ഇതുപോലെ നമ്മൾ മിക്സ് ചെയ്തെടുക്കുമ്പോൾ കറക്റ്റ് പാകം എന്ന് പറയുന്നത് നമ്മൾ മാവ് കുഴച്ചിട്ട് കട്ടിയാക്കിയല്ലേ എടുക്കുന്നത്. ഇതുപോലെ ഒരു സ്പൂൺ കൊണ്ട് ഒഴിച്ചു നോക്കുമ്പോൾ ചെറുതായിട്ട് ഒഴുകി പോകുന്ന രീതിയാണ് ഇതിന്റെ പരുവം. ഈ ഒരു രീതിക്ക് വേണം ബാറ്റർ തയ്യാറാക്കി എടുക്കാൻ. ഇനി മൂടി വെച്ച് മാവ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. മാവെല്ലാം പൊങ്ങി ഡബിൾ ആയിട്ട് കിട്ടണം. അത്യാവശ്യം നല്ല ചൂടുള്ള സ്ഥലങ്ങളാണെന്നുണ്ടെങ്കിൽ ഒരു 3/4 മണിക്കൂർ മുതൽ 1 മണിക്കൂർ വരെ മതി മാവ് നന്നായിട്ട് പൊങ്ങി കിട്ടാൻ വേണ്ടിയിട്ട്. അഥവാ തണുപ്പുള്ള സ്ഥലങ്ങളാണെന്നുണ്ടെങ്കിൽ 1 മണിക്കൂർ കൂടുതൽ എടുക്കും. നമുക്ക് ഈ മാവ് ഡബിൾ ആയിട്ട് നല്ലവണ്ണം പൊങ്ങി കിട്ടണം. ഇനി മാവ് നല്ലവണ്ണം പൊങ്ങി കിട്ടുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഈ ഒരു സമയം കൊണ്ട് നമുക്ക് ഒരു ക്രീം റെഡിയാക്കി എടുക്കാം. സാധാരണ ക്രീം പണിന് കൊടുക്കുന്ന ബട്ടർ ക്രീം തന്നെയാണ് തയ്യാറാക്കി എടുക്കുന്നത്. ഇതിനായിട്ട് ഒരു ബൗളിൽ 5 ടേബിൾ സ്പൂൺ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ബട്ടർ ഇട്ട് കൊടുക്കാം. ബട്ടർ എടുക്കുമ്പോൾ ഉപ്പില്ലാത്ത ബട്ടർ വേണം എടുക്കാനായിട്ട്. സോഫ്റ്റ് ബട്ടർ എന്ന് പറയുന്നത് ഫ്രിഡ്ജിൽ വെച്ചിരിക്കുന്ന ബട്ടർ ആണെന്നുണ്ടെങ്കിൽ ഫ്രിഡ്ജിൽ നിന്നും പുറത്തെടുത്ത് റൂം ടെമ്പറേച്ചറിൽ വെച്ച് കുറച്ച് സമയം വെക്കുക. അപ്പൊ നല്ല സോഫ്റ്റ് ആയിട്ട് മാറും. ഇങ്ങനെയുള്ള സോഫ്റ്റ് ബട്ടർ വേണം എടുക്കാനായിട്ട്. ഇപ്പൊ ബട്ടർ മുഴുവനും ഒരു ബൗളിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു വിസ്ക് വെച്ചോ ഒരു സ്പൂൺ വെച്ചോ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പൊ കണ്ടില്ലേ, ബട്ടർ നല്ലവണ്ണം സ്മൂത്ത് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മധുരത്തിന് വേണ്ടിയിട്ട് പൊടിച്ച പഞ്ചസാരയാണ് വേണ്ടത്. ഇപ്പൊ ഞാൻ 250 ml കപ്പിന് 1/2 കപ്പ് പൊടിച്ച പഞ്ചസാരയാണ് എടുത്തിട്ടുള്ളത്. പഞ്ചസാര മുഴുവനും ഇട്ട് കൊടുക്കരുത്. ആദ്യം കുറച്ച് പഞ്ചസാര ഇട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പൊ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി വീണ്ടും കുറച്ച് പഞ്ചസാര കൂടി ഇട്ട് കൊടുക്കാം. വീണ്ടും നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ 2 മിനിറ്റ് നല്ലവണ്ണം മിക്സ് ചെയ്ത് നല്ല ക്രീം പരുവത്തിൽ ആക്കി എടുത്തിട്ടുണ്ട്. ഈ ഒരു രീതിക്ക് വേണം നമ്മുടെ ക്രീം റെഡിയാക്കി എടുക്കാൻ.
ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ വാനില എസൻസും കൂടി ചേർത്ത് കൊടുക്കാം. വാനില എസൻസ് ചേർക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. ആ ബട്ടറിന്റെ ആ ഒരു ടേസ്റ്റ് ആണ് നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ അത് മാത്രം മതി. കുറച്ചും കൂടെ ഒരു വാനിലയുടെ ആ ഫ്ലേവർ ഒക്കെ കിട്ടുമ്പോൾ കുറച്ചും കൂടെ ടേസ്റ്റ് ആയിരിക്കൂലേ. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിവിടെ വാനില എസൻസ് ഒരു 1/4 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നത്. വാനില എസൻസും കൂടി ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ ഒരു രീതിക്ക് ക്രീം ആയിട്ട് കിട്ടണം. ഇത്രയേ ഉള്ളൂ. നമ്മുടെ ബട്ടർ ക്രീം ദാ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇപ്പൊ മാവ് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് 1 മണിക്കൂർ ആയിട്ടുണ്ട്. 1 മണിക്കൂർ ആയപ്പോൾ തന്നെ നല്ലവണ്ണം മാവ് പൊങ്ങി കിട്ടിയിട്ടുണ്ട്. ഇനി ഒരു സ്പൂൺ വെച്ച് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് കണ്ടില്ലേ, ഇതാണ് മാവിന്റെ പരുവം. നമുക്കിത് കോരി ഒഴിക്കാൻ പറ്റുന്ന ആ ഒരു കറക്റ്റ് പാകം ആയിരിക്കണം. ഇനി ഇത് ഫ്രൈ ചെയ്തെടുക്കുന്നതിന് വേണ്ടിയിട്ട് ഇതിനായിട്ട് ഒരു പാത്രത്തിൽ കുറച്ച് എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഒരുപാട് അങ്ങ് തിളച്ച് കിടക്കുന്ന എണ്ണ അല്ല, അത്യാവശ്യം ഒരു മീഡിയം ചൂട് മാത്രമേ പാടുള്ളൂ. ഇനി ഇതുപോലത്തെ കുഴിയുള്ള ഒരു സ്പൂൺ എടുക്കുക. നമ്മുടെ എല്ലാവരുടെയും വീട്ടിലുള്ളതാണ് ഇതുപോലത്തെ കുഴിയുള്ള സ്പൂണ്. ഇനി ഈ സ്പൂണ് ചൂടായി കിടക്കുന്ന എണ്ണയിലേക്ക് 4-5 സെക്കൻഡ് ഒന്ന് മുക്കി വെച്ച് കൊടുക്കാം. ഈ സ്പൂൺ ഒന്ന് ചൂടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ സ്പൂൺ എണ്ണയിൽ മുക്കി വെക്കുന്നത്. ഇനി ചൂടായ സ്പൂണിലേക്ക് വേറെ സ്പൂൺ കൊണ്ട് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മാവിൽ നിന്നും 1 സ്പൂൺ മാവ് ഈ ചൂടായ സ്പൂണിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഈ എണ്ണയിലേക്ക് ഇതൊന്ന് മുക്കി വെച്ച് കൊടുക്കാം. എന്നിട്ട് ഇതുപോലൊരു സ്പൂൺ എണ്ണയിലേക്ക് മുക്കിയതിന് ശേഷം ഇതിന്റെ മുകൾ ഭാഗം കറക്റ്റായിട്ട് ഇതുപോലെ ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇതിന്റെ മുകളിൽ എണ്ണ സ്പൂൺ കൊണ്ട് കോരി ഒഴിച്ചു കൊടുക്കാം. ഇത് കണ്ടില്ലേ, 3-4 സെക്കൻഡ് കൊണ്ട് തന്നെ സ്പൂണിൽ നിന്ന് മാവ് വിട്ട് വരുന്നത്. സ്പൂണിലൊന്നും ഒട്ടിപ്പിടിക്കില്ല. ഇതുപോലെ സ്പൂണിൽ നിന്നും വിട്ട് വരുന്ന സമയം ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കുക. വീണ്ടും ഈ സ്പൂൺ എണ്ണയിൽ മുക്കിയതിന് ശേഷം മറ്റൊരു സ്പൂൺ കൊണ്ട് ഈ സ്പൂണിലേക്ക് മാവ് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ എണ്ണയിലേക്ക് മുക്കി വെക്കുക. ഇതുപോലെ ഒരു സ്പൂൺ എണ്ണയിലേക്ക് മുക്കിയതിന് ശേഷം കറക്റ്റായിട്ട് ഇതിന്റെ മുകൾ ഭാഗം ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കുക. ഇതിന്റെ മുകളിൽ എണ്ണ കോരി ഒഴിച്ചു കൊടുക്കുക. പെട്ടെന്ന് തന്നെ മാവ് സ്പൂണിൽ നിന്ന് വിട്ട് വരുന്നത് നമുക്ക് കാണാൻ പറ്റും. മാവ് ഇതുപോലെ സ്പൂണിൽ നിന്നും കോരി ഒഴിച്ച് ഇങ്ങനെ ചെയ്യുന്നത് കറക്റ്റ് ഒരു ബണ്ണിന്റെ ഷേപ്പ് കിട്ടുന്നതിന് വേണ്ടിയാണ്. വെറുതെ മാവ് കോരി ഒഴിച്ചാലും ബൺ ചെയ്തെടുക്കാൻ പറ്റും, പക്ഷെ ഇതുപോലെ കറക്റ്റ് ഷേപ്പ് കിട്ടില്ലെന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ ഒരു കാര്യം, മാവ് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഫ്ലെയിം നല്ലതുപോലെ കുറച്ച് വെച്ചിട്ട് വേണം ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. കാരണം ഇത് നന്നായിട്ട് പൊങ്ങി വന്ന് ഉള്ളൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടണം. ഇതിന്റെ ഉള്ളൊക്കെ വെന്ത് കിട്ടണമെങ്കിൽ ഫ്ലെയിം നല്ലതുപോലെ കുറച്ച് വെച്ചിട്ട് വേണം ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാവൂ. ഫ്ലെയിം കുറച്ചെങ്കിലും കൂടി പോയാൽ ഇതിന്റെ പുറം കളറൊക്കെ മാറി ഉള്ളൊന്നും വെന്ത് കിട്ടില്ല. അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ഫ്ലെയിം നല്ലതുപോലെ കുറച്ച് വെച്ചു കൊടുക്കുക. ഇപ്പൊ കണ്ടില്ലേ, ഇതെല്ലാം വീർത്ത് നല്ല ബോൾ പോലെ ഉരുണ്ടിരിക്കുന്നത്. അപ്പൊ വീണ്ടും വീണ്ടും നമ്മൾ മാവ് ഒഴിച്ചു കൊടുക്കുമ്പോൾ ആദ്യം ഇട്ട് കൊടുത്തതെല്ലാം ഇതിന്റെ ഒരു സൈഡ് റെഡി ആയിട്ടുണ്ടാവും. അപ്പൊ ആദ്യം ഇട്ട് കൊടുത്തതെല്ലാം മറിച്ചിട്ട് കൊടുക്കാൻ ശ്രദ്ധിക്കണേ. ഇതുപോലെ തിരിച്ചും മറിച്ചും ഇട്ട് ഈ ഒരു കളർ ആവുമ്പോൾ എണ്ണയിൽ നിന്നും കോരി മാറ്റുക. ബാക്കിയുള്ളതെല്ലാം ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കുക. ഇപ്പൊ എല്ലാ ബണ്ണും ഇതാ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഫ്രൈ ചെയ്തെടുത്ത എല്ലാ ബണ്ണും ചൂട് മാറാനായിട്ട് വെക്കാം. ഈ ബണ്ണിന്റെ ചൂടെല്ലാം നന്നായിട്ട് മാറണം. ഒട്ടും തന്നെ ചൂടുണ്ടാവാൻ പാടില്ല. ഇപ്പൊ ആ ബണ്ണിന്റെ ചൂടെല്ലാം മാറിയിട്ടുണ്ട്. ഇനി ഇതിൽ നിന്നും ഒരു ബണ്ണ് എടുക്കാം. കണ്ടില്ല, സോഫ്റ്റ് ആയിട്ട് പഞ്ഞി പോലെ ഇരിപ്പുണ്ട്. ഇനി ഈ ബണ്ണ് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഫുള്ളായിട്ട് കട്ട് ചെയ്യരുത്, ഒരു 1/4 ഭാഗത്തോളം കട്ട് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. ഇപ്പൊ ഇതിന്റെ ഉള്ളൊക്കെ കണ്ടില്ലേ, വെന്ത് നല്ല പഞ്ഞി പോലെ ഇരിപ്പുണ്ട്. ചൂടെല്ലാം നല്ലതുപോലെ കുറഞ്ഞതിന് ശേഷം മാത്രമേ കട്ട് ചെയ്യാവൂ. എന്നാൽ മാത്രമേ ഇതിന്റെ ഉള്ളൊക്കെ കറക്റ്റ് ആയിട്ട് ഇതുപോലെ കിട്ടുള്ളൂ. ഇനി കട്ട് ചെയ്തെടുത്ത ബണ്ണിന്റെ ഉള്ളിൽ ആവശ്യത്തിനുള്ള ക്രീം തേച്ച് കൊടുക്കാം. ഇപ്പൊ കണ്ടില്ലേ, ദാ ക്രീം തേച്ച് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എത്രയാണോ ആവശ്യമുള്ള ക്രീം അതിനനുസരിച്ച് തേച്ച് കൊടുക്കുക. ബാക്കിയുള്ള എല്ലാ ബണ്ണും ഇതുപോലെ തന്നെ കട്ട് ചെയ്ത് ക്രീം തേച്ച് കൊടുക്കുക. നമ്മൾ ഇതിൽ ക്രീം ഒന്നും തേക്കാതെ വെറുതെ കഴിക്കുന്ന സമയത്ത് ഒരു ഡോണട്ടൊക്കെ കഴിക്കുന്ന ടേസ്റ്റ് ആണ് ഇതിനുണ്ടാവുക. അതുപോലെ തന്നെ ക്രീം തേച്ചിട്ട് കഴിക്കുമ്പോഴാണ് ശരിക്കും ഇത് ക്രീം ബണ്ണിന്റെ ടേസ്റ്റ് കിട്ടുന്നത്. നമ്മൾ സാധാരണ ബട്ടർ ബൺ ചെയ്തെടുക്കുന്നത് പോലെ മാവ് കുഴയ്ക്കുകയോ ഉരുട്ടുകയോ ഒന്നും വേണ്ട. മാവ് കോരി ഒഴിച്ചിട്ട് ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റിയ നല്ല പെർഫെക്റ്റ് ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബട്ടർ ബണ്ണാണിത്.
ഒന്ന് രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നമ്മൾ സാധാരണ ബേക്കറിയിൽ നിന്നും വാങ്ങുന്ന അതേ ടേസ്റ്റിലും അതേ ഷേപ്പിലും നമുക്ക് ബട്ടർ ബൺ റെഡിയാക്കി എടുക്കാൻ പറ്റും. ഒന്നാമത്തേത്, ഈസ്റ്റ് വാങ്ങുമ്പോൾ പഴകിയ ഈസ്റ്റ് വാങ്ങരുത്. ബട്ടർ ബണ്ണിന്റെ ബാറ്റർ തയ്യാറാക്കുന്ന സമയത്ത് നല്ല ഫ്രഷ് ആയിട്ടുള്ള ഈസ്റ്റ് ചേർത്താൽ മാത്രമേ കറക്റ്റ് ആയിട്ട് നമുക്ക് ബൺ റെഡിയാക്കി എടുക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് 1 ടേബിൾ സ്പൂൺ ഇളം ചൂടുള്ള പാലോ അല്ലെങ്കിൽ ഇളം ചൂടുള്ള വെള്ളത്തിലോ ഒരു 1/2 ടീസ്പൂൺ ഈസ്റ്റും 1/2 ടീസ്പൂൺ പഞ്ചസാരയും ഇട്ട് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്ത് മൂടി വെക്കുക. 5-10 മിനിറ്റ് ആവുമ്പോൾ ഈസ്റ്റ് ആക്റ്റീവായി പൊങ്ങി കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നല്ല ഫ്രഷ് ആയിട്ടുള്ള ഈസ്റ്റ് ആണ്. അതുപോലെ ഈസ്റ്റ് ആക്റ്റീവായിട്ട് പൊങ്ങി വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈസ്റ്റ് പഴകിയതാണ്. അപ്പൊ നല്ല ഫ്രഷ് ആയിട്ടുള്ള പുതിയ ഈസ്റ്റ് ആണെങ്കിൽ മാത്രമേ നമുക്ക് നല്ല രീതിയിൽ ബൺ തയ്യാറാക്കി എടുക്കാൻ പറ്റുള്ളൂ. രണ്ടാമത്തെ കാര്യം, ഇതിൽ വെളിച്ചെണ്ണ എടുക്കരുത്. മണമുള്ള ഒരെണ്ണയും എടുക്കരുത്. വെളിച്ചെണ്ണയാണ് എടുക്കുന്നതെങ്കിൽ നമ്മൾ തയ്യാറാക്കുന്ന ബണ്ണിന് ആ ബണ്ണിന്റെ ടേസ്റ്റ് ഉണ്ടാവില്ല. മൂന്നാമത്തെ കാര്യം, ഫ്ലെയിം കുറച്ച് തന്നെ വെക്കുക. അപ്പം ഈ 2-3 കാര്യങ്ങൾ ഇതുപോലെ ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈസി ആയിട്ട് ബൺ വീട്ടിൽ തന്നെ നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും. ബട്ടർ ബൺ എന്ന് കേൾക്കുമ്പോൾ തന്നെ എല്ലാവർക്കും ഇഷ്ടമുള്ള ഒന്നാണ്. കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒന്നാണിത്. അപ്പൊ നിങ്ങളുടെ മക്കൾക്കും വീട്ടിലുള്ളവർക്കും എല്ലാവർക്കും ഇതുപോലെ ഈസി ആയിട്ട് ബട്ടർ ബൺ തയ്യാറാക്കി കൊടുക്കുക. ഇതിന്റെ ടേസ്റ്റ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാകും. അപ്പൊ നമുക്ക് മറ്റൊരു വെറൈറ്റി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്